ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സമസ്ത നേതാക്കൾ. ആരെയും പരാജയപ്പെടുത്താനല്ല സമസ്തയുടെ പ്രവർത്തനമെന്ന് മുസ്ലിം ലീഗിന് പരോക്ഷ മറുപടിയുമായി സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തി. നിലപാട് വ്യക്തമാക്കിയാണ് സുപ്രഭാതം ചെയർമാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിലെ അതൃപ്തിയും വാക്കുകളിൽ പ്രതിഫലിച്ചു. സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിന്ന് വരും. അപ്പോൾ അസൂയപ്പെടാനൊന്നുമില്ല, ഇതൊരു മത്സരമാണ്. ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സുപ്രഭാതം അതിനു വേണ്ട പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും. അതിന് വിജയിക്കുക തന്നെ ചെയ്യും. സമസ്തയിലെ ചില നേതാക്കളോടുള്ള ഭിന്നതയ്ക്കിടെയാണ് ഗൾഫിലെ സുപ്രഭാതം എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ചടങ്ങിന്റെ ഭാഗമായി നടന്ന മാധ്യമ സെമിനാർ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സുപ്രഭാതം ഗൾഫ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചവരെ ജനം ബഹിഷ്കരിക്കുമെന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. മതനിരപേക്ഷത മുറുകെ പിടിക്കാൻ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുവെക്കുകയോ അല്ലെങ്കിൽ ബഹിഷ്കരണം കൊണ്ടുവരികയോ ചെയ്താൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒന്നിച്ചു ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. ദുബൈയിലെ ചടങ്ങിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, ഗൾഫ് സുപ്രഭാതം ചെയർമാൻ സൈനുൽ ആബിദീൻ എന്നിവരും പങ്കെടുത്തു.